നമസ്കാരം. ഇന്ന് മിയാമിയിലെ അതിഥികൾ വള്ളിക്കുന്നിലെ തന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് നാരായണേട്ടനാണ്. നാരായണേട്ടൻ്റെ ഫ്രണ്ട്സാണ് കോഴിക്കോട് സ്വദേശികളുടെ എല്ലാവരും. ഗുരുവായൂരപ്പൻ കോളേജിലെ പഴയകാല സുഹൃത്തുക്കൾ ഒത്തുകൂടിയതാണ് മിയാമിയിൽ. അപ്പോൾ ഇന്നത്തെ ഒരു അനുഭവം കടലുണ്ടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു പക്ഷി സങ്കേതമാണ്. കമ്പനി തീർച്ചയായും ഒരു പരിധിയിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഏകദേശം 256 ടൈപ്പ് ഓഫ് ബേഡ്സ്, മൈഗ്രേറ്ററി ബേഡ്സ് എല്ലാ വർഷവും വരാറുണ്ടെന്നാണ് കണക്ക് പറയുന്നത്. കണ്ടൽക്കാടുകൾ കൊണ്ട് പ്രസിദ്ധമാണ്. കണ്ടൽക്കാടുകൾ 1992 ഇവിടെ പ്ലാൻ ചെയ്തതിന് ശേഷം അതിൻ്റെ വളർച്ച പ്രാപിച്ചപ്പോഴാണ് കൂടുതൽ ആകർഷിക്കപ്പെട്ടത്. അപ്പം ദ്വീപുകളും അതുപോലെ തന്നെ പക്ഷിസങ്കേതം അഴിമുഖം എല്ലാം ഇറങ്ങിയിട്ടുള്ള 2 മണിക്കൂർ യാത്രയെല്ലാം കഴിഞ്ഞ് ഉള്ളൊരു ഇന്നത്തെ ഒരു അനുഭവം, ഇക്കോ ടൂറിസമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അനുഭവം. സാറേ നമസ്കാരം, ഒന്ന് പരിചയപ്പെടാമോ? ഞാൻ നാരായണൻ വള്ളിക്കുന്നുകാരൻ തന്നെയാണ്. നമ്മൾ ഈ സ്ഥലം നേരത്തെ പരിചയം ആണ് നമ്മുടെ സുഹൃത്തുക്കളെ. എൻ്റെ ഒരു വിനോദ്, ഞാൻ പന്തീരംഗമാണ്. പിന്നെ ഇന്ന് വന്നതിൽ തിരക്കില്ല, നല്ല ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ഫുഡാണ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി ഫുഡ്, മീൻ പൊള്ളിച്ചത് അപാരം ചെയ്തിട്ടുണ്ട്. ഞാൻ ഗിരീശൻ, കോഴിക്കോട് ചെവായിലാണ് താമസിക്കുന്നത്. ഇവിടുത്തെ കണ്ടൽക്കാടുകളും തോണിയിലുള്ള യാത്രയൊക്കെ വളരെയധികം നന്നായിരുന്നു. പിന്നെ നിങ്ങളുടെ ആതിഥ്യം ഞങ്ങൾക്ക് വളരെ സന്തോഷം തരുന്നതായിരുന്നു. ഞാൻ ദാമോദരൻ, പന്തിരംഗമാണ്. ഇവിടുത്തെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഇതിൻ്റെ ഭാരവാഹികളുടെ ആ സ്നേഹവും ആ പരിഗണനയൊക്കെയാണ്. ഭക്ഷണം വളരെ നല്ലതായിരുന്നു. പിന്നെ കാണാവുന്ന നല്ലൊരു കാഴ്ച ഞങ്ങൾക്ക് കിട്ടി. പിന്നെ ഞങ്ങളെല്ലാം ഒത്തുകൂടിയുള്ള സന്തോഷം അറിയുന്നു. എൻ്റെ പേര് സുബ്രഹ്മണ്യൻ, ഞാൻ ചെറുവായി സ്വദേശിയാണ്. ഞങ്ങൾ ഗുരുവായൂരപ്പൻ കോളേജിലെ 1977 ബാച്ചിലെ പഠിതാക്കളാണ്. ഞങ്ങൾ ആ കാലം മുതൽ തന്നെ എല്ലാ മാസത്തിലൊരിക്കൽ ഞങ്ങൾ എല്ലാവരും കൂടാറുണ്ട്. അതിൻ്റെ കൂടെയുള്ള അതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യം ഇത്രയും വർഷങ്ങളായിട്ട് ഞങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് ഞങ്ങൾ നാരായണൻ്റെ ആദിത്യ എന്താ പറയുക ഞാൻ ഇവിടെ കൂടാൻ വന്നതിൽ ഞങ്ങൾ സന്തോഷമായി. ഇവിടെ എത്താൻ വഴിയിൽ ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ബാക്കി ഇവിടെ എത്തിയപ്പം വളരെ സന്തോഷമായി. ദ്വീപിനെ ചുറ്റിയുള്ള ബോട്ടിൽ യാത്രയും കണ്ടൽക്കാട് കണ്ടതും പക്ഷികളെ കാണാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഈ സമയത്ത് വരാത്തേ ഉള്ളൂ. പക്ഷേ എന്തായാലും വളരെ സന്തോഷമായി. ഫുഡ് നല്ല നന്നായിട്ടുണ്ട്. വീട്ടിലെ ഫുഡാണെന്ന് പറഞ്ഞു. ഏതായാലും ഞങ്ങൾക്ക് കോഴിക്കോട് ടൗണിൽ കിട്ടുന്നതിനേക്കാളും നല്ലൊരു സ്വാദുള്ളൊരു ഭക്ഷണം കിട്ടിയെന്നുള്ള സന്തോഷത്തോടുകൂടിയിട്ട് ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് പിരിഞ്ഞു പോവുകയാണ്. ഏതായാലും ഇനിയും വരാൻ പറ്റിയെങ്കിൽ ഞങ്ങൾ വീണ്ടും വരും. ഞങ്ങളുടെ സഹപ്രവർത്തകരെയോ അത് കൂടുതലുള്ള കുടുംബക്കാരെ ബന്ധുക്കളൊക്കെ ഇങ്ങോട്ട് അയക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും. എല്ലാവിധ ആശംസകളും. ഓക്കെ സാർ. എൻ്റെ പേര് വേണുഗോപാലൻ, കോഴിക്കോട് കാരപ്പുറമ്പ വീട്. പിന്നെ ഇന്നത്തെ ട്രിപ്പ് എന്താ സൂചിച്ച പോലെ നമ്മൾ എല്ലാ മാസവും അങ്ങനെ ഒരു ദിവസം ഒത്തുകൂടാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കടലുണ്ടി ട്രിപ്പാക്കാമെന്ന് വിചാരിച്ചത്. അതിന് പ്രധാന കാരണക്കാരൻ നമ്മുടെ സുഹൃത്ത് നാരായണനാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഈ ട്രിപ്പ് മൊത്തത്തിൽ തന്നെ എനിക്ക് വളരെ ആസ്വാദികരമായി തോന്നി. ബോട്ട് യാത്രയും അതുപോലെ ആ സമയത്തുണ്ടായ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷവും ഒക്കെ തന്നെ വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ തിരിച്ചു വന്നതിന് ശേഷം ഭക്ഷണം വളരെ നന്നായിരുന്നു, വളരെ ടേസ്റ്റി ആയിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ആതിഥ്യ മര്യാദയും അതുപോലെ തന്നെ ആ ഊഷ്മളമായ വരവേൽപ്പും അതൊക്കെ ഇഷ്ടമായി. നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി പുറത്തു തന്നെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ ടച്ചിങ് ആയി തോന്നി. എന്തായാലും ഇതുപോലുള്ള അനുഭവങ്ങൾ ഇനിയും ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. തീർച്ചയായിട്ടും നമ്മളുടെ സുഹൃത്തുക്കളൊക്കെ ഈ സ്ഥലം നമ്മൾ റെക്കമെൻഡ് ചെയ്യും. താങ്ക് യു സാർ. താങ്ക് യു.